ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2132. ഇന്ന് നവംബർ മാസം 1-ാം തീയതി, ഈ ആണ്ടിലെ 305-ാമത്തെ ദിവസത്തിലെത്തി. 11-ാം മാസത്തിന്റെ ആദ്യ ദിനമാണ്. വന്നപ്പോൾ വഴിതെറ്റിപ്പോവുക സ്വാഭാവികമാണ്. അതിനെ ന്യായീകരിക്കുകയല്ല, സംഭവിക്കാവുന്ന കാര്യമാണ്. ദൈവസന്നിധിയിലേക്കുള്ള ശരിക്കും ആ നല്ല യാത്രക്കിടയിൽ ആർക്കും വഴിതെറ്റാനായിട്ട് നിരവധി സാധ്യതകളുണ്ട്, അവസരങ്ങളുണ്ട്, വിളികളുണ്ട്, ശരിക്കും കുരുക്കുണ്ട്. എന്നാൽ മടങ്ങിപ്പോകുമ്പോൾ വഴിതെറ്റരുത്. വഴിതെറ്റിയ എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ അരികിൽ ഇടമുണ്ടായിരുന്നു, നല്ല ഇടം തന്നെ. പക്ഷെ ഒരു താക്കീതും ശാസനയും ഓർമ്മപ്പെടുത്തലും ക്രിസ്തുയേശു കൈമാറുന്നുണ്ട് മിക്കപ്പോഴും. ഇനി പഴയ വഴി പോകരുതെന്ന് ദൈവത്തെ കണ്ടുമുട്ടിയവർക്കെല്ലാം ലഭിക്കുന്ന ഒരു കുഞ്ഞ് ഓർമ്മപ്പെടുത്തലാണ്, ഒരു ചെറിയ ശാസനയാണ്. സത്യത്തെ തേടിയുള്ള യാത്രക്കിടയിൽ ആരംഭ സമയത്ത് ജ്ഞാനികൾക്ക് ഒന്ന് വഴിതെറ്റിയിട്ടുണ്ട്. ദൈവം അവരെ എന്നിട്ടും കൈവിട്ടില്ല കേട്ടോ. അതുവരെ തലയ്ക്ക് മുകളിൽ കത്തിജ്വലിച്ചു നിന്ന ആ ദൈവം കൊടുത്ത അടയാള നക്ഷത്രത്തിന്റെ വെളിച്ചത്തിലാണ് അവർ സഞ്ചരിച്ചത്. എപ്പോഴും അവർക്ക് പിന്നീട് അതിലും കുറച്ചും കൂടി വെളിച്ചം ഹെറോദോസിന്റെ കൊട്ടാരത്തിലെ ഉപദേശങ്ങൾക്കാണെന്നും നിർദ്ദേശങ്ങൾക്കാണെന്നും തോന്നിപ്പോയിട്ടുണ്ടാകും. അങ്ങനെയൊന്ന് വഴിതെറ്റി, എന്നിട്ടും ദൈവം അവരെ കൈവിട്ടില്ല. അവിടെ നിന്ന് പുറത്തിറങ്ങിയ നേരം മുതൽ ആ ജ്ഞാനികളുടെ തലയ്ക്ക് മീതെ ആ നക്ഷത്രം തെളിയാനായിട്ട് വെളിയിൽ എവിടെയോ കാത്തു നിന്നില്ലേ. വഴിതെറ്റിയ ആരെയും ക്രിസ്തുയേശു അകറ്റിക്കളയുന്നില്ല. പക്ഷെ ശക്തമായ ഓർമ്മപ്പെടുത്തലും താക്കീതും നൽകുന്നുണ്ട്, ഇനി പഴയതുപോലെ ആവരുതെന്ന്. ഇടയ്ക്ക് സംഭവിച്ച മാർഗഭ്രംശം ദൈവം തന്നെ തിരുത്തുകയാണ്. രക്ഷകനെ കണ്ടപ്പോഴാണ് പഴയ വഴിയിലെ അപകടത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വരുന്നത്. രക്ഷകനെ കണ്ടെത്തുന്നതുവരെ ഒരുപക്ഷെ ആ ബോധ്യം നമുക്കും കിട്ടാതെ പോകുന്നു. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവർ മറ്റൊരു വഴിക്ക് സ്വദേശത്തേക്ക് മടങ്ങിയെന്നാണ് വിശുദ്ധനായ മത്തായി ശ്ലീഹ തന്റെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായത്തിൽ നമുക്ക് വേണ്ടി കുറിച്ചിട്ടിരിക്കുന്നത്. അങ്ങനെയൊരു ദർശനമൊക്കെ നമുക്കൊന്നും ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും പഴയ വഴിയെ വിട്ട് ഒരു പുതിയ വഴിയെ പ്രാപിപ്പാനായിട്ട് എത്രയും വേഗം നമുക്ക് ക്രിസ്തു സന്നിധിയിലെത്താം. എന്തുമാത്രം ജീവിതത്തിന്റെ ദുരിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളെ ഇങ്ങനെ സ്നേഹം കൊണ്ട് ഉറ്റുനോക്കിയിരിക്കുന്ന, നമ്മളുടെ സാന്നിധ്യം അത്രത്തോളം ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ക്രിസ്തുയേശുവിനെ നമ്മൾ ഇനി കാണാതെയും അറിയാതെയും പോകരുത്. അവിടെ എത്തിയാൽ മതി. അതൊരു ജ്ഞാനസ്നാനവും കൂടിയാണ്, അതൊരു ശുദ്ധീകരണ സ്നാനാനുഭവമാണ്. അതിലെത്തുന്നവർക്ക് ഇങ്ങനെ തെറ്റിപ്പോയവരെ കാത്തിരിക്കാതിരിക്കാനും ആവില്ല. അവർ വരാനായിട്ട്, പ്രാർത്ഥിച്ചിരിക്കാനായിട്ട് വല്ലാത്തൊരു ഊർജവും ഉണ്ടാവും. ആമേൻ.